Hi all, welcome to Veranda Race Malayalam YouTube channel. എൻ്റെ പേര് അർച്ചന. ഇന്നത്തെ ഇംഗ്ലീഷ് സെഷൻ വീണ്ടും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നും ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ സെഷൻ അതുപോലെ തന്നെയായിരുന്നു. പ്രീവിയസ് ഇയറിൽ പോയിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ 30+ വേർഡ്സ് കഴിഞ്ഞൊരു സെഷൻ കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ക്ലാസ് പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ PSC ബാങ്ക് SSC എക്സാംസ് എഴുതുന്നവരാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക. ഞങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ ലാർജ് കേജ് ബിൽഡിംഗ് ഓർ എൻക്ലോഷർ ടു കീപ് ബേർഡ്സ് അല്ലേ. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഏവിയറി, എപ്പിയറി, അക്വേറിയം, സൂ അല്ലേ. എന്താണ് ചോദിക്കുന്നത്? എ ലാർജ് കേജ് ബിൽഡിംഗ് ഓർ എൻക്ലോഷർ ടു കീപ് ബേർഡ്സ് അല്ലേ. ബേർഡ്സിനെ കീപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ കേജ്, അതിനൊക്കെ നമ്മൾ എന്താ പറയുക? ഏവിയറി എന്നാണ് പറയുക. എന്ത് പറയും? ഏവിയറി എന്നാണ് പറയുന്നത്. എന്താണ്? എ ലാർജ് കേജ് ബിൽഡിംഗ് ഓർ എൻക്ലോഷർ ടു കീപ് ബേർഡ്സ് എന്താണ്? ഏവിയറി. അപ്പോൾ എപ്പിയറി എന്ന് പറഞ്ഞാൽ ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ബീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് എപ്പിയറി എന്ന് പറയുന്നത്. ഓക്കെ, ബീസുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മൾ എപ്പിയറി പറയുന്നത്. അക്വേറിയം നമുക്കറിയാം അല്ലേ. അക്വേറിയം ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഫിഷുമായിട്ട് റിലേറ്റഡ് ആണ്. സൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ 4 വേർഡ്സും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഏവിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലാർജ് കേജ് ബിൽഡിംഗ് ഓർ എൻക്ലോഷർ ടു കീപ് ബേർഡ്സ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഇവൻറ്റ്സ് ഓർ ഡേറ്റ്സ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഒക്കറൻസ്. അവരുടെ ഒക്കറൻസിൻ്റെ ആ ഒരു ഓർഡർ അനുസരിച്ച്, ഒക്കറൻസിൻ്റെ ഓർഡർ അനുസരിച്ച് ഇവൻറ്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത് ഏത് വേർഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെന്നാണ് അല്ലേ. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ക്രോണോളജി, ക്രോണിക്, കലണ്ടർ, റുട്ടീൻ എന്നാണ് പറയുന്നത്. അല്ല, ഏത് വേർഡായിരിക്കും? ക്രോണോളജിയാണ് വരുന്നത്. ഓക്കെ, ക്രോണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഇവൻറ്റ്സ് ഓർ ഡേറ്റ്സ് ഇൻ ദി ഓർഡർ ഓഫ് ദെയർ ഒക്കറൻസ്. ഓക്കെ ആണോ? അപ്പോൾ ക്രോണിക് എന്ന് പറഞ്ഞാൽ എന്താ? ക്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ക്രോണിക് എന്ന് പറയുന്നത് ടൈം റിലേറ്റഡ് ആയിട്ടാണ് പറയുക. ക്രോണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഒക്കറൻസിൻ്റെ ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രോണോളജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ ഡീപ്പ് ഫിഷർ ഇൻ ദ എർത്ത് സർഫസ്. എന്താണ്? എ ഡീപ്പ് ഫിഷർ ഇൻ ദി എർത്ത് സർഫസ്. ഓപ്ഷൻസ് നോക്കിയേ. വോൾക്കാനോ, കാസം, എർത്ത് ട്രെമർ. ഇത്രയാണ് വരുന്നത്. ഇതിലെന്താണ്? എ ഡീപ്പ് ഫിഷർ ഇൻ ദ എർത്ത് സർഫസ് ആണ് പറയുന്നത് അല്ലേ. അതായത് കാസം ആണ് വരുന്നത്. കാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടവ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, എ ഡീപ്പ് ഫിഷർ ഇൻ ദി എർത്ത് സർഫസ്. ഓക്കെ, അതാണ് എന്താ പറയുന്നത്? കാസം എന്ന് പറയുന്നത്. ഓക്കെ, വൾക്കാനോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, അഗ്നിപർവ്വതമാണ് അല്ലേ. എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ ഭൂകമ്പമാണ്. പിന്നെന്താ? ട്രെമർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിറയൽ എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എ ഡീപ്പ് ഫിഷർ ഇൻ ദ എർത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാസം ആണ് ആൻസർ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ ഗാർഡൻ വിത്ത് ഫ്രൂട്ട് ട്രീസ്. എന്താണ്? ഫ്രൂട്ട് ട്രീസ് കൊണ്ടുള്ള ഒരു ഗാർഡൻ. അതിന് നമ്മൾ എന്ത് പേരാ പറയുക? ഓപ്ഷൻസ് നോക്കിയേ. വിനിയാർഡ്, ഓർച്ചാർഡ്, ഗ്രോവ്, നഴ്സറി. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതായിരിക്കും വരുന്നത്? എ ഗാർഡൻ വിത്ത് ഫ്രൂട്ട് ട്രീസ് അല്ലേ. ഏതായിരിക്കും? ഓർച്ചാർഡാണ് വരുന്നത്. എന്താണ്? ഓർച്ചാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗാർഡൻ വിത്ത് ഫ്രൂട്ട് ട്രീസ് ആണ് ഓർച്ചാർഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിനിയാർഡ് എന്താണ് വരുന്നത്? വിനിയാർഡ് എന്ന് പറഞ്ഞാൽ എ പ്ലാന്റേഷൻ ഓഫ് ഗ്രേപ്പ് വൈൻസ് ടിപ്പിക്കലി പ്രൊഡ്യൂസിങ് ഗ്രേപ്സ് യൂസ്ഡ് ഇൻ വൈൻ മേക്കിംഗ്. വൈൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഗ്രേപ്സിൻ്റെ പ്ലാന്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? വിനിയാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേപ്പ് വൈൻസിൻ്റെ പ്ലാന്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? വിനിയാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർച്ചാർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ ഗാർഡൻ വിത്ത് ഫ്രൂട്ട് ട്രീസ് ആയിരുന്നു. ഇനി ഗ്രോവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോവ് എന്ന് പറഞ്ഞാൽ എ സ്മോൾ വുഡ് ഓർ അതർ ഗ്രൂപ്പ് ഓഫ് ട്രീസ് ആണ് ഗ്രോവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഗ്രോവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്മോൾ വുഡ് ഓർ അതർ ഗ്രൂപ്പ് ഓഫ് ട്രീസിനാണ് നമ്മൾ ഗ്രോവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ വിനിയാർഡ് പഠിച്ചു, ഓർച്ചാർഡ് പഠിച്ചു, ഗ്രോവ് പഠിച്ചു. നഴ്സറി നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? സെയിലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ്സിനെ വളർത്തുന്നതിനെയാണ്, ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നഴ്സറി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 4 വേർഡ്സ് ക്ലിയർ അല്ലേ. വിനിയാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഗ്രേപ്പ് വൈൻസിൻ്റെ പ്ലാന്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, വിനിയാർഡ് എന്ന് പറയുന്നത്. ഗ്രോവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്മോൾ വുഡ് ഓർ അതർ ഗ്രൂപ്പ് ഓഫ് ട്രീസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോവ് എന്ന് പറയുന്നത്. ഓർച്ചാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഗാർഡൻ വിത്ത് ഫ്രൂട്ട് ട്രീസ്. ക്ലിയർ അല്ലേ? നഴ്സറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നഴ്സറി നമ്മൾ കഴിഞ്ഞൊരു സെഷനിൽ പഠിച്ചതും കൂടെയാണ്. ഏതായിരുന്നു, സെയിലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ വളർത്തുന്ന സ്ഥലമാണ് നഴ്സറി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വൺ ഹു ഡ്രോസ് ഓർ പ്രൊഡ്യൂസസ് മാപ്സ്. എന്താണ്, വൺ ഹു ഡ്രോസ് ഓർ പ്രൊഡ്യൂസസ് മാപ്സ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഫോട്ടോഗ്രാഫർ, ഡിസൈനർ, കാർട്ടോഗ്രാഫർ, ഡ്രാഫ്റ്റ്സ്മാൻ അല്ലേ? ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും വരിക, വൺ ഹു ഡ്രോസ് ഓർ പ്രൊഡ്യൂസസ് മാപ്സ് അല്ലേ? ആരാണ്, കാർട്ടോഗ്രാഫറാണ് വരുന്നത് അല്ലേ? കാർട്ടോഗ്രാഫറാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റഡി ഓഫ് മാപ്സ് പഠിച്ചു. ഏതായിരുന്നു, സ്റ്റഡി ഓഫ് മാപ്സ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു, കാർട്ടോഗ്രഫി എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? കാർട്ടോഗ്രഫി ആയിരുന്നു സ്റ്റഡി ഓഫ് മാപ്സ് എന്ന് പറയുന്നത്, കാർട്ടോഗ്രഫി അല്ലേ? അപ്പോൾ കാർട്ടോഗ്രാഫർ ആരായിരിക്കും, കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത് ആരാണ്, മാപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ വരയ്ക്കുന്ന ആൾ, അതിനാണ് കാർട്ടോഗ്രാഫർ എന്ന് പറയുക. കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സ്റ്റഡി ഓഫ് മാപ്സ് ആയിരുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എ ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ് ഇൻ എ ചർച്ച്. എന്താണ്, എ ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ് ഇൻ എ ചർച്ച് അല്ലേ? ഓപ്ഷൻസ് നോക്കാം, ഹോസ്റ്റ്, ട്രൂപ്പ്, കൊയർ, ബാൻഡ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? സിംഗേഴ്സ്, ചർച്ചിലുള്ള സിംഗേഴ്സിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്തായിരിക്കും പറയുന്നത്, കൊയർ എന്നാണ് പറയുക അല്ലേ? എ കൊയർ ഓഫ് സിംഗേഴ്സ് എന്നാണ് പറയുക. ചർച്ചിലുള്ള സിംഗേഴ്സിൻ്റെ ഗ്രൂപ്പിന് നമ്മൾ എന്താ പറയുന്നത്, കൊയർ എന്നാണ് പറയുക. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആതിഥേയൻ എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ? അതിഥിയെ സ്വീകരിക്കുന്ന ആൾ, ആതിഥേയനാണ് ഹോസ്റ്റ്. പിന്നെന്താ, ട്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോൾജേഴ്സിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പിനെ നമുക്ക് എന്ത് പറയാം, ട്രൂപ്പ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഈ ഗ്രൂപ്പ്സിനെ പറയുന്നത് കളക്റ്റീവ് നൗൺസ് ആണ്. ഇതൊക്കെ കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കളക്റ്റീവ് നൗൺസ് എന്നാണ് പറയുന്നത്. കുറച്ചധികം കളക്റ്റീവ് നൗൺസ് നമ്മൾ കഴിഞ്ഞ ഓരോ വീഡിയോയിലും പഠിച്ചിട്ടുമുണ്ട്. ഓക്കെ, കൂടുതൽ കളക്റ്റീവ് നൗൺസ് നിങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കുക. ബാൻഡ് വരുന്നത് ഏതാണ്, ബാൻഡ് വരുന്നത് മ്യൂസീഷ്യൻസിൻ്റെ ഗ്രൂപ്പിനാണ് നമ്മൾ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബാൻഡ് വരുന്നത് ആരുടെയാണ്, മ്യൂസീഷ്യൻസിൻ്റെ ഗ്രൂപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് എന്നാണ് പറയുക. അപ്പോൾ ഒരു കൂട്ടം, ഒരേ ആൾക്കാരുടെ ഒരു കൂട്ടത്തിന് നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ സിംഗേഴ്സിൻ്റെ ഒരു കൂട്ടം. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും, ഇവിടെ ചർച്ചിലുള്ള സിംഗേഴ്സിൻ്റെ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മളതിനെ കൊയർ എന്നാണ് പറയുക. മ്യൂസീഷ്യൻസിൻ്റെ ഗ്രൂപ്പിന് നമ്മൾ ബാൻഡ് ആണ് പറയുന്നത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ബാൻഡ് അല്ലെങ്കിൽ കൊയർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്, കളക്റ്റീവ് നൗൺസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കളക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇംപോസിബിൾ ഓർ എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്. എന്താണ്, ഒന്നുകിൽ പോസിബിൾ അല്ലാത്തത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ളത് എന്നൊരു മീനിങ് വരുന്നത് ഏത് വാക്കാണ്, ഇന്നോഡിബിൾ, ഇൻകോമ്പാറ്റിബിൾ, ഇന്നവേറ്റബിൾ, പിന്നെന്താണ്, ഇൻകോംപ്രിഹെൻസിബിൾ അല്ലേ? ഇത്രയും 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇവിടെ നമുക്ക് വേണ്ട എന്താണ്, ഇംപോസിബിൾ ഓർ എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ? ഏതായിരിക്കും വരിക, ഇന്നോഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കേൾക്കാൻ സാധിക്കാത്തത് അല്ലേ? കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ സാധിക്കാത്തതാണ് ഇന്നോഡിബിൾ. അപ്പോൾ ഓപ്ഷൻ വരത്തില്ലല്ലോ. പിന്നെന്താണ്, ഇൻകോമ്പാറ്റിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകോമ്പാറ്റിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർച്ചയില്ലാത്തത് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അതും വരില്ല. പിന്നെ ഏതാണ്, ഇന്നവേറ്റബിൾ. ഇന്നവേറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ, അത് തീർച്ചയായിട്ടും നടക്കുന്നൊരു കാര്യം, നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തത് എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് ഇന്നവേറ്റബിളിന് വരുന്നത്. അപ്പോൾ അതും വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ, ഏതാണ് വരിക, ഇൻകോംപ്രിഹെൻസിബിൾ അല്ലേ? ഓപ്ഷൻ ഡി മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഏതാണ്, ഇംപോസിബിൾ ഓർ എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകോംപ്രിഹെൻസിബിൾ എന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ ഈ പാസേജ് ഒക്കെ വരുന്നതിന് എന്താ പറയുക, കോംപ്രിഹെൻഷൻ എന്നാണ് പറയുക. അപ്പോൾ കോംപ്രിഹെൻഷൻ പറയുന്നത് എന്തിനാണ്, മനസ്സിലാക്കി, അത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മനസ്സിലാക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ആയിട്ടുള്ളത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കില്ലിംഗ് ഓഫ് പ്രോഫിറ്റ് ആണ്. അതാണ് കില്ലിംഗ് ഓഫ് പ്രോഫിറ്റ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് നോക്കാം, വാറ്റിസൈഡ്,
പിന്നെന്താ പാരസൈഡ്, പെസ്റ്റിസൈഡ്, പ്രോഫിസൈഡ് അല്ലേ, ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് വരുന്നത്? ഒരു കില്ലിംഗ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് വെറ്റിസൈഡ് ആണ്. എന്താണ്? വെറ്റിസൈഡ് ആണ് വരുന്നത്. കില്ലിംഗ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? വെറ്റിസൈഡ് ആണ്. ഓക്കെ, ഇതുപോലെ കില്ലിംഗ് അല്ലെങ്കിൽ മർഡർ റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ചധികം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? ഏതാണ്? പാരസൈഡ് അല്ലേ. പാരസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിംഗ് ഓഫ് എ പാരന്റ് ആണ്. ഒരു പാരന്റിന്റെ കില്ലിങ്ങിനാണ് എന്ത് പറയുന്നത്? പാരസൈഡ് എന്ന് പറയുന്നത്. കില്ലിംഗ് ഓഫ് വൺസ് പാരന്റ് ആണ് പാരസൈഡ്. ഓക്കെ അല്ലേ? ഓക്കെ, പാരന്റ് എന്നുള്ളതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. പാരസൈഡ് PAR രണ്ടിടത്തും വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? പാരസൈഡ് എന്തായിരിക്കും? പാരന്റിന്റെ കില്ലിങ്ങിനാണ് പറയുന്നത്. ഓക്കെ, ഈ സൈഡ് എന്നുള്ളത് ചേർന്ന് വരുന്നത് എപ്പോഴും എന്തിലായിരിക്കും? കൂടുതലും മർഡർ, ഡെത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസിലാണ് CIDE എന്നും കൂടെ ആഡ് ആയി വരുന്നത്. അതും കൂടെ നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കാം. അടുത്ത എന്താണ്? പാട്രിസൈഡ് അല്ലേ. പാട്രിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കില്ലിംഗ് ഓഫ് ഫാദർ. എന്താണ്? കില്ലിംഗ് ഓഫ് ഫാദർ ആണ് പാട്രിസൈഡ് എന്ന് പറയുന്നത് അല്ലേ. പാട്രിസൈഡ് അല്ലെങ്കിൽ നമ്മൾ ഫാദർ റിലേറ്റഡ് ആയിട്ട് വരുന്നതൊക്കെ നമ്മൾ എന്ത് പറയും? പറ്റേണൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ പാട്രിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? കില്ലിംഗ് ഓഫ് ഫാദർ ആണ് വരുന്നത്. അടുത്ത എന്താണ്? കില്ലിംഗ് ഓഫ് മദർ വരുന്നതാണ് മാട്രിസൈഡ്. എന്താണ്? മാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിംഗ് ഓഫ് മദർ അല്ലേ. മദർ റിലേറ്റഡ് ആയിട്ട് വരുന്ന വാക്ക് എന്താണ്? മെറ്റേണൽ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. മെറ്റേണൽ. അപ്പോൾ മെറ്റേണലുമായിട്ട് റിലേറ്റ് ചെയ്ത് മാട്രിസൈഡ് പഠിക്കുക. മാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിംഗ് ഓഫ് മദർ. ഓക്കെ അല്ലേ. അടുത്ത എന്താണ്? റെജിസൈഡ് അല്ലേ. റെജിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിംഗ് എ കിങ്. കില്ലിംഗ് എ കിങ് ആണ് റെജിസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് ജീനോസൈഡ് ആണ്. ജീനോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കില്ലിംഗ് ഓഫ് ഹ്യൂജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് ഒരു കൂട്ടം ആൾക്കാരെ കൊല്ലുന്നതിനാണ് എന്ത് പറയുന്നത്? ജീനോസൈഡ് എന്ന് പറയുന്നത്. എന്താണ്? ജീനോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിംഗ് ഓഫ് ഹ്യൂജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീനോസൈഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത എന്താണ്? ഫീറ്റിസൈഡ്. ഫീറ്റിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോർഷൻ ഓഫ് എ ഫീറ്റസ്, അതായത് ഭ്രൂണഹത്യ നമ്മൾ മലയാളത്തിൽ പറയും. അതാണ് ഫീറ്റിസൈഡ്. എന്താണ്? അബോർഷൻ ഓഫ് എ ഫീറ്റസ് ആണ് ഫീറ്റിസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ പാരസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിംഗ് ഓഫ് എ പാരന്റ് ആണ്. ഓക്കെ, അടുത്ത പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് ഫാദർ. മാട്രിസൈഡ് കില്ലിംഗ് ഓഫ് മദർ. റെജിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിംഗ് എ കിങ്. ജീനോസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് എ ഹ്യൂജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അടുത്ത ഫീറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബോർഷൻ ഓഫ് എ ഫീറ്റസ്. ഇത്രയും ക്ലിയർ ആണോ? കുറച്ചുകൂടിയുണ്ട്. അപ്പോൾ അടുത്ത എന്താ പറയുന്നത്? ഇൻഫൻറ്റിസൈഡ്. എന്താണ്? ഇൻഫൻറ്റിസൈഡ്. അതിൽ തന്നെയാണ് ഉള്ളത് അല്ലേ. എന്താണ്? ഇൻഫൻറ്റ് ഉണ്ട്, സൈഡ് വന്നു കഴിഞ്ഞാൽ അത് മർഡർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻഫൻറ്റിൻ്റെ മർഡർ, അതാണ് എന്ത് പറയുന്നത്? ഇൻഫൻറ്റിസൈഡ് എന്ന് പറയുന്നത്. മർഡറിങ് ഓഫ് ഇൻഫൻസ് ആണ് ഇൻഫൻറ്റിസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് എന്താണ്? ഫിലിസൈഡ് അല്ലേ. ഫിലിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് ഡോട്ടർ ഓർ സൺ അല്ലെ. മകനെയോ മകളെയോ കൊല്ലുന്നതിനാണ് എന്ത് പറയുന്നത്? ഫിലിസൈഡ് എന്ന് പറയുന്നത്. എന്താണ്? ഫിലിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് ഡോട്ടർ ഓർ സൺ. ഓക്കെ ആണോ? കില്ലിംഗ് ഓഫ് ഡോട്ടർ ഓർ സൺ ആണ് ഫിലിസൈഡ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഫ്രാട്രിസൈഡ് അല്ലേ. ഫ്രാട്രിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറിൻ്റെ കില്ലിംഗ് ആണ്. എന്താണ്? കില്ലിംഗ് ഓഫ് സമ്മൺസ് ബ്രദർ ആണ് എന്ന് പറയുന്നത് ഫ്രാട്രിസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, കില്ലിംഗ് ഓഫ് ബ്രദർ ആണ് എന്ത് പറയുന്നത്? ഫ്രാട്രിസൈഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കില്ലിംഗ് ഓഫ് സിസ്റ്റർ എന്താ പറയുക? സോറോറിസൈഡ് എന്നാണ് പറയുന്നത്. എന്താണ്? കില്ലിംഗ് ഓഫ് സിസ്റ്റർ എന്ത് പറയണം? സോറോറിസൈഡ് എന്നാണ് വരുന്നത്. ഓക്കെ, സോറോറിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിംഗ് ഓഫ് സിസ്റ്റർ. ക്ലിയർ അല്ലേ? അടുത്തത് കില്ലിംഗ് ഓഫ് വൈഫ് എന്താ വരുന്നത്? ഊക്സോറിസൈഡ് എന്നാണ് വായിക്കുക. എന്താണ്? ഊക്സോറിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കില്ലിംഗ് ഓഫ് വൈഫാണ്. ഓക്കെ, ലാസ്റ്റ് വൺ എന്താണ്? സൂയിസൈഡ്. സൂയിസൈഡ് എന്താണ്? സ്വന്തമായിട്ട് തന്നെ കൊല്ലുന്നതാണ് സൂയിസൈഡ് അല്ലേ. ആത്മഹത്യയാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. എന്താണ്? ആക്ട് ഓഫ് കില്ലിംഗ് യുവർ സെൽഫ് ഇൻറ്റൻഷനലി, അതാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. സൂയിസൈഡ് നമുക്ക് അറിയാവുന്ന വേർഡാണ്. എന്താണ്? ആത്മഹത്യ. ഓക്കെ, ഇൻഫൻറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിൽ തന്നെ ഉണ്ട്, സൈഡ് ചേർന്ന് വരുന്ന എന്താണ്? മർഡറിനാണ് വരുന്നത്. ഇൻഫൻറ്റിൻ്റെ മർഡർ, അതാണ് ഇൻഫൻറ്റിസൈഡ്. ഫിലിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിംഗ് ഓഫ് ഡോട്ടർ ഓർ സൺ ആണ് ഫിലിസൈഡ് എന്ന് പറയുന്നത്. അടുത്ത ഫ്രാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാട്രിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലിംഗ് ഓഫ് ബ്രദർ ആണ്. സോറോറിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലിംഗ് ഓഫ് സിസ്റ്റർ ആണ്. ഉക്സോറിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലിംഗ് ഓഫ് വൈഫാണ്. സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം കില്ല് ചെയ്യുന്നതാണ് അല്ലേ. കില്ലിംഗ് ഓഫ് യുവർ സെൽഫ് ആണ് എന്ത് പറയുന്നത്? സൂയിസൈഡ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും മർഡർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ചധികം വേർഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ടത്. അതായത് നമുക്കറിയാം, നമുക്ക് ഒരു സെക്ഷനിൽ നിന്ന് ഒരു വാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് പല ക്വസ്റ്റ്യൻസും വരാം എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. നേരത്തെ ഇപ്പോൾ കില്ലിംഗ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും കാണുമ്പോൾ അത് ഏത് സെക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുക. നേരത്തെയുള്ള പല സെഷൻസിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിക്കാണ്ട് അത് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നോക്കുക. കാരണം എക്സാംസിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരിക ആ ഒരു റീജിയൻ ബേസ് ചെയ്തിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒന്നുകിൽ ഈ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഇതിലുള്ള വേറെ ഏതെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് PDF ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.